ഹലോ, എല്ലാവർക്കും വിഷുവാശംസകൾ. അങ്ങനെ വിഷുവൊക്കെ കഴിഞ്ഞു. എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? നമ്മളിവിടെ നന്നായിട്ട് ആഘോഷിച്ചു. രാവിലെ തന്നെ ഓരോരുത്തരെയായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരുക്കി വെച്ചപ്പോൾ കുറച്ചൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. ബാക്കിയൊന്നും ഞാൻ അവരെ കാണിച്ചില്ല. അവരോട് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഫുള്ള് കണിയൊക്കെ ഒരുക്കി വെച്ചത്. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വന്ന് വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചുണർത്തി ഞാൻ കണിയൊക്കെ കാണിച്ചു. അപ്പം പിന്നെ നമ്മുടെ മെയിൻ സന്തോഷം എന്ന് പറഞ്ഞാൽ വിഷുക്കൈനീട്ടം കിട്ടുകയാണല്ലോ. അപ്പോൾ ഏട്ടൻ എല്ലാവർക്കും വിഷുക്കൈനീട്ടമൊക്കെ തന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ആലോചിക്കുമായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ ആ ചെറുപ്പകാലത്ത് നമ്മൾ ആ വെക്കേഷൻ ടൈമാണല്ലോ ഈ ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് കൂടുതലും നമ്മൾ നമ്മുടെ അമ്മുമ്മയുടെയൊക്കെ വീട്ടിലായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കസിൻസ് ഉണ്ടാകും, അമ്മമാരുടെ മക്കളുണ്ടാവും, എല്ലാവരെയും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ കളിയും ബഹളവും ഒക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ വിഷു വരുന്ന സമയത്ത് എല്ലാവരുടെയും നിന്നും വിഷുക്കൈനീട്ടം കിട്ടും. എന്നിട്ട് അതൊക്കെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് കസിൻസ് തമ്മിലൊരു ഇതുണ്ടാവും, ആർക്കാണ് കൂടുതൽ നമുക്കെന്താണ് വിഷുക്കൈനീട്ടം കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ നോക്കും. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. എന്നിട്ട് അതിന് സൂക്ഷിച്ച് വെച്ചിട്ട് ആ പൈസ കൊണ്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക. അങ്ങനെ വെക്കേഷനൊക്കെ അങ്ങനെ അടിപൊളിയായിരുന്നു. കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ വിചാരിക്കുക എത്രയും പെട്ടെന്നൊന്ന് വലുതായിരുന്നെങ്കിൽ സമാധാനമായേനെന്ന്. പിന്നാണ് മനസ്സിലായത് വലുതാകുമ്പോൾ ഒന്നും ഒരു സമാധാനവുമില്ല. ഏറ്റവും നല്ല കാലം നമ്മുടെ ആ ചെറുപ്പത്തിലുള്ള കാലമാണെന്ന്. ആ സമയത്തുള്ള നമ്മുടെ ഓർമ്മകളും ആ സമയത്തെ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. നമുക്കിങ്ങനെ പാറിപ്പറന്ന് നടന്ന സമയം എന്നൊക്കെ പറയാമല്ലോ. അതൊക്കെ ഒരു എപ്പോഴും നല്ലൊരു മെമ്മറബിളായിട്ടുള്ള ദിവസങ്ങളാണ്. പക്ഷെ അതിനുശേഷം നമുക്ക് അതുപോലൊരു കാലമൊന്നും കിട്ടില്ല. പിന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് പോകും. പിന്നെ അവരുടെ മക്കളായി, പിന്നെ അവരുടെ പ്രാരാബ്ദങ്ങളായി, പിന്നെ അങ്ങനെ പോവും. ഇപ്പം മാക്സിമം കുട്ടികളോടൊക്കെ എല്ലാവരും പറയാം, എല്ലാവരും ചെറുപ്പകാലത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞാൻ കഥയൊക്കെ പറഞ്ഞ് എവിടേക്കോ പോയി കുറേ നൊസ്റ്റൊക്കെ അടിച്ചു. കഥ പറഞ്ഞ് പോയപ്പം നിങ്ങൾ കണ്ടോ, ഞാനിവിടെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദ്യയ്ക്ക് ഇന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും കൂടെ വിഷു സദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാറും പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ഐറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അവിയലിന് പിന്നെ ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഒന്നും കിട്ടിയില്ല. ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അവിയലുണ്ടാക്കണം. പിന്നെ ഏട്ടനാണെങ്കിൽ ഇവിടെ എനിക്ക് തേങ്ങയൊക്കെ എല്ലാം ഇങ്ങനെ ഇളക്കി തരുന്നുണ്ട്. കാരണം നമ്മുടെ ചിരവയില്ലാത്തത് കൊണ്ട് വലിയൊരു പാടാണ് കേട്ടോ. മറന്നുപോയി ഇപ്രാവശ്യം എടുത്തുകൊണ്ട് വരാൻ. അതുകൊണ്ടായിരുന്നെങ്കിൽ പിന്നെ തിരുമ്മി എടുത്താൽ മതിയായിരുന്നു. അപ്പം പിന്നെ എല്ലാത്തിനും ഇളക്കിയിട്ട് ഇനി മിക്സിയിലെല്ലാം അടിച്ചെടുക്കണം. നമ്മുടെ പിന്നെ സദ്യയിൽ പിന്നെ തേങ്ങയില്ലാത്ത വിഭവങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ ഐറ്റത്തിനും, ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റത്തിനും തേങ്ങ വേണമായിരുന്നു. മാങ്ങാച്ചാറിന് മാത്രമായിരുന്നു വേണ്ടാത്തത്. അപ്പോൾ ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി, അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെന്താണ് നമ്മുടെ അവിയൽ, പരിപ്പ്, പുളിശ്ശേരി, ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നു എല്ലാത്തിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ എടുക്കാമെന്ന്. പക്ഷേ റെസിപ്പിയൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോ ആയിപ്പോയി. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊന്നും എടുക്കാഞ്ഞത്. ഇനിയിപ്പം കൊണ്ടുപോകാനുള്ളതെല്ലാം നമ്മൾ ഓരോരോ ബോക്സിലാക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അവിടെ വശിക്കുട്ടിയും വിവാനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ളൊന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് പോയിട്ട് ഞാനും കൂടെ പോയി റെഡിയാവാം. അപ്പോൾ അതിനുള്ളിൽ എല്ലാം നമ്മൾ ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ എല്ലാവരും ഒരുങ്ങി സുന്ദരനും സുന്ദരി കുട്ടികളുമായിട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുപ്പാണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാണ്. ഇന്ന് പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇന്ന് നമ്മൾ ജാക്കറ്റൊന്നും ഇല്ലാതാണ് പോകുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ജാക്കറ്റൊന്നും ഇല്ലാതെ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി വേറൊരു ഫാമിലിയും കൂടെ വരും. അങ്ങനെ 3 ഫാമിലിയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. വർഷിക്കുട്ടി പറയാണ് നമ്മളെല്ലാവരും നോക്കി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന്. അത് സത്യമാണല്ലേ. നമ്മൾ എന്തൊക്കെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാരിയോ പട്ടുപാവാടയൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി വേറെ ഒരു ഡ്രസ്സിനും കിട്ടാറില്ലല്ലേ. അത് ഇതുപോലെയുള്ള സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ അതിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം സാരി ഉടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഓണത്തിന് ഓൾറെഡി ആ സാരി ഉടുത്തത് കൊണ്ടാണ് പിന്നെ ഞാനങ്ങ് മടിച്ചത്. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ വിഷുക്കണി കാണിച്ചു തരാമേ. ഇവിടെ നല്ല അടിപൊളി ഒരു വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണനെ കൊണ്ട് വരച്ച് വെച്ചിരിക്കുന്നത് വിനയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ട് മ്യൂറൽ പെയിൻറ് ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇത് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ ഇവിടെ എക്സിബിഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആൾ. എല്ലാവരും സുന്ദരന്മാരായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവർ വന്നപ്പോൾ തന്നെ ഇവരുടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല അടുത്തൊരു ഫാമിലി വരാനുണ്ട്. അതുകൊണ്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എത്തി. ഇനിയിപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ഈ വീട്ടിൽ സമ്മർ ഹൗസ് എന്ന് പറയുന്ന ഒരു ഹൗസ് ഉണ്ട്, അതാണ് ഈ ഒരു റൂം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സമ്മർ സമയത്ത് അവിടെ കുട്ടികളെയും കൊണ്ടൊക്കെ പോയിരുന്ന് കളിക്കാനും, അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൂം പോലാണ്. അപ്പോൾ ചിലരവിടെ ടി വി ഒക്കെ വെച്ച് സമ്മറിലിരുന്നൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് നിലത്തിരുന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റും. അകത്താകുമ്പം ടേബിളൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് സ്ഥലമില്ല അങ്ങനെ നമുക്ക് ഇരിക്കാൻ. ഇങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ആദ്യം പിള്ളേരെ സെറ്റിനെ ഇരുത്തി. എന്തൊക്കെ പറഞ്ഞാൽ തന്നെ ആഘോഷിക്കുന്നതിനെക്കാട്ടി എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മൾ ദൂരെ ഇരിക്കുന്നു എന്നുള്ള ഒരു ഫീലൊന്നും തോന്നില്ല. നാട്ടിലത്തെ പോലെ ഒരു ഫീലൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അതുമാത്രമേ നമുക്ക് ഇലയൊക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടെ സന്തോഷമായി. സദ്യയൊക്കെ ഇലയിൽ കഴിക്കുക എന്നുള്ള പശുക്കുട്ടിയുടെയൊക്കെ വലിയ ആഗ്രഹമാണ്. അവൾക്ക് ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ക്ഷീണമായി, ഇനി എല്ലാവർക്കും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്കായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടുന്ന് ഇറങ്ങി. തിരിച്ചു വരാറായപ്പോഴത്തേനും കണ്ടില്ലേ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, രാവിലേക്ക് ഇങ്ങനെ വെയിൽ വരും, കുറച്ച് കഴിയുമ്പോഴത്തേനും മഴയാവും. വീട്ടിലെത്തിയ ശേഷം അവരെല്ലാവരും കിടന്ന് ഉറങ്ങി കേട്ടോ. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവാണല്ലോ. അതിനുശേഷം പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് എല്ലാവരും എഴുന്നേറ്റ് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കണിയൊക്കെ തിരിച്ചെല്ലാം എടുത്ത് അതാത് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെക്ക്. അപ്പോൾ വാശിക്കുട്ടി പറഞ്ഞു നമുക്കൊരു സിനിമ കാണാമെന്ന്. അപ്പോൾ സിനിമ കാണാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പ്രേമലു മൂവി കണ്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അതാണ് കാണാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.